ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒത്തിരി പേര് ഫേസ് കാണിക്കാതെ ലൈവ് സ്ട്രീമുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. കൂടുതലും വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൈവ് സ്ട്രീമുകൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 24 മണിക്കൂർ നിങ്ങളുടെ കൈവശമുള്ള പ്രീ റെക്കോർഡഡ് വീഡിയോസ് ഉപയോഗിച്ചതുകൊണ്ട് ലൈവ് സ്ട്രീമുകൾ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ സൈഡ് സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും 24 മണിക്കൂറും ലൂപ്പിൽ വീഡിയോ പ്ലേ ചെയ്യിപ്പിക്കുന്നത്. അതുപോലെ മ്യൂസിക് ചാനലുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാമായിരിക്കും, ഇതുപോലെ ലൂപ്പിൽ വീഡിയോ പ്ലേ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ ചാനലിൽ 5 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ പ്രീ റെക്കോർഡഡ് വീഡിയോ നിങ്ങൾക്ക് ലൈവായി കാണിക്കാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് ലൈവ് സ്ട്രീമിന് വേണ്ടിയിട്ട് പ്രീ റെക്കോർഡഡ് വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് മുതൽ നിങ്ങൾക്ക് 1-2 മണിക്കൂർ വരെയുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പ്രീ റെക്കോർഡഡ് വീഡിയോ ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. എനിക്കിത് കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് തോന്നിയത്, നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു തവണ ഈ പ്രീ റെക്കോർഡഡ് വീഡിയോസ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ലൈവ് സ്ട്രീമുകൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ മൊബൈലിൽ തന്നെ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. ഒരു തവണ അത് പ്ലേ ആയി കഴിഞ്ഞാൽ വീണ്ടും അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പ്ലേ ആവുന്നതാണ്. ഇങ്ങനെ തുടർച്ചയായി നിങ്ങൾ ലൈവ് സ്ട്രീമുകൾ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ലൈവിലൂടെ കാണിക്കുന്ന വീഡിയോ വ്യൂവേഴ്സിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുവഴി വ്യൂസ് കൂടുകയും നമുക്ക് വളരെ വേഗത്തിൽ തന്നെ വാച്ച് ഓവർ കംപ്ലീറ്റ് ചെയ്തെടുക്കാനും കഴിയും. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് ഞാനിവിടെ സൈഡ് സ്ക്രീനിലൂടെ കാണിക്കാം. അതിനു വേണ്ടിയിട്ട് പ്ലേ സ്റ്റോറിൽ നിന്നും ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്കും, നിങ്ങളുടെ സജഷൻസും ഡൗട്ട്സും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അതുപോലെ പുതിയ പുതിയ ക്രിയേറ്റേഴ്സിന് ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാത്ത ആൾക്കാർ ആ വീഡിയോസൊക്കെ കയറി കണ്ട് നിങ്ങളുടെ ചാനലിലും ആ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനു വേണ്ടിയിട്ട് നമുക്ക് YT സ്റ്റുഡിയോ ഡെസ്ക് ടോപ്പ് മോഡിൽ ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്ത് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ YT studio.desktop login എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ ലോഗിൻ എന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അതിവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ ചാനൽ ഇപ്പോൾ ഡെസ്ക് ടോപ്പ് മോഡിൽ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെയാണ് പ്രീ റെക്കോർഡഡ് വീഡിയോ ലൈവ് സ്ട്രീമിലൂടെ നമുക്ക് കാണിക്കേണ്ട സെറ്റിംഗ്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഓപ്പൺ ആയിട്ട് വരുന്ന പേജിന്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഗോ ലൈവ് അതിൽ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു പേജ് ഇവിടെ ഓപ്പൺ ആയി വരും. അതിന്റെ മുകളിലായിട്ട് സ്ട്രീം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഓപ്പൺ ആയി വരുന്ന മറ്റൊരു പേജിൽ എഡിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ലൈവ് സ്ട്രീമിന് നിങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന പ്രീ റെക്കോർഡഡ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള ടൈറ്റിൽ നിങ്ങൾ ഇവിടെ കൊടുക്കുക. ഞാൻ ഇവിടെ ലൈവ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താഴെയായി ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഡിസ്ക്രിപ്ഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ കുറച്ച് ഓപ്ഷൻസ് ഇവിടെ കാണാൻ കഴിയും. അതിൽ വിസിബിലിറ്റി എന്നുള്ളിടത്ത് പബ്ലിക് ആക്കുക. ബാക്കി കുറച്ച് ഓപ്ഷൻസ് ബൈ ഡിഫോൾട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ നമുക്ക് തമ്പനയിൽ കാണാനായിട്ട് കഴിയും. അവിടെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തമ്പനയിൽ അവിടെ കൊടുക്കുക. വീണ്ടും മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാനായിട്ട് കഴിയും. അവിടെ മെയ്ഡ് ഫോർ കിഡ്സും നോ ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സും. അത് നിങ്ങളുടെ ആവശ്യാനുസരണം ഏതാണോ നിങ്ങൾ വീഡിയോ പ്രീ റെക്കോർഡഡ് വീഡിയോ കൊടുക്കുന്നത് അതിനനുസരിച്ച് കൊടുക്കുക. ഇനി സേവ് ചെയ്യുക. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണേണ്ടത്, ഇവിടെ നിങ്ങൾക്ക് സൈഡിലായിട്ട് കോഡ് എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് കഴിയും. ഇതാണ് നമ്മുടെ സ്ട്രീം കീ എന്ന് പറയുന്നത്. ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് സ്ട്രീം കീ പേസ്റ്റ് ഇൻ എൻകോഡ്. ഇവിടെ നിന്ന് സൈഡിൽ കാണുന്ന കോപ്പി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഞാൻ ഇവിടെ കാണിക്കുന്നത് പോലെ കോപ്പി ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ പ്രീ റെക്കോർഡഡ് വീഡിയോസ് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ബാക്ക് പോവുക, പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക, ലൈവ് നൗ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഞാനിവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുന്നവർക്ക് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാനിവിടെ ഓൾറെഡി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് കാണാനായിട്ട് കഴിയും. ഇതിൽ യൂട്യൂബ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. മറ്റൊരു പേജിൽ നിങ്ങൾക്ക് ലോഗിൻ ടു യൂട്യൂബ്, സ്ട്രീം വിത്ത് സ്ട്രീം കീ എന്ന 2 ഓപ്ഷൻ കാണാനായിട്ട് കഴിയും. നമ്മൾക്കിവിടെ സ്ട്രീം വിത്ത് സ്ട്രീം കീ എന്നൊരു ഓപ്ഷനാണ് വേണ്ടത്. അവിടെ ക്ലിക്ക് ചെയ്യുക. സ്ട്രീം കീ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ മുകളിലായിട്ട് സ്ട്രീം URL എന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. നിങ്ങൾക്കിത് കാണാൻ കഴിയുന്നില്ല എങ്കിൽ ഡെസ്ക് ടോപ്പ് മോഡിൽ നേരത്തെ നമ്മൾ ഓപ്പൺ ആക്കിയതുപോലെ ഓപ്പൺ ആക്കുക. അവിടെ നിന്നും സ്ട്രീം URL എന്ന് പറയുന്ന ഓപ്ഷൻ കോപ്പി ചെയ്യുക. അതിനെ തിരിച്ച് നമ്മുടെ
നമ്മുടെ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് അവിടെ സ്ട്രീം URL എന്നുള്ളിടത്ത് നമ്മുടെ ഈ കോപ്പി ചെയ്ത സ്ട്രീം URL പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. മാക്സിമം ഈ URL എല്ലാവർക്കും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഉണ്ടാവും. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്താൽ മാത്രം മതി. ഇനി താഴെ കാണുന്ന നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. മറ്റൊരു പേജിൽ 3 ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അതിൽ ഒന്ന് എന്ന് പറയുന്നത് സ്ട്രീം ക്യാമറ, 2 സ്ട്രീം ബോഡ്കാസ്റ്റ്, 3 വീഡിയോസ്. നമുക്ക് വേണ്ടത് വീഡിയോസ് ആണ്. ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് താഴെ കാണുന്ന നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ ഫോണിന്റെ ഗാലറി ഓപ്പൺ ആയിട്ട് വരും. അവിടെ നമുക്ക് പ്രീ റെക്കോർഡഡ് വീഡിയോസ് ആയിട്ട് കാണിക്കാൻ ആഗ്രഹിക്കുന്ന വീഡിയോ നിങ്ങൾ സെലക്ട് ആക്കുക. ഞാൻ ഇവിടെ ഒരു പ്രീ റെക്കോർഡഡ് വീഡിയോ സെലക്ട് ആക്കിയിട്ടുണ്ട്. ഇവിടെ മുകളിലായിട്ട് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ആ ഓപ്ഷൻ നിങ്ങൾ ഓൺ ആക്കുകയാണെങ്കിൽ ഒരിക്കൽ നിങ്ങൾ പ്രീ റെക്കോർഡഡ് വീഡിയോസ് ആയിട്ട് പ്ലേ ചെയ്യിപ്പിച്ച വീഡിയോ വീണ്ടും അത് ഓട്ടോമാറ്റിക് ആയിട്ട് പ്ലേ ആയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് എത്ര സമയമാണോ ലൈവ് സ്ട്രീമുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത്രയും സമയം വരെ ഈ ഒരു വീഡിയോ പ്ലേ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാനിവിടെ ഓൺ ആക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇത് ഓൺ ഓഫ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് പ്രീ റെക്കോർഡഡ് വീഡിയോസ് ലൈവ് സ്ട്രീമായിട്ട് പ്ലേ ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രീ റെക്കോർഡഡ് വീഡിയോ ലൈവ് സ്ട്രീമായി ചെയ്യേണ്ടത് എന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നല്ല നല്ല പ്രീ റെക്കോർഡഡ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ ചാനലിൽ ലൈവ് സ്ട്രീമുകൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വാച്ച് അവർ കൂട്ടിയെടുക്കാനായിട്ട് കഴിയും. ഇത് വളരെ നല്ലൊരു മാർഗമാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഇതുവഴി കൂട്ടിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിലൂടെ കമന്റായിട്ട് അറിയിക്കുക. മാക്സിമം എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കും. അതുപോലെ നമ്മുടെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയവർക്ക് മോണിറ്റൈസേഷൻ മുതൽ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് എത്തുന്നത് വരെയുള്ള എല്ലാ പ്രൊസീജിയറും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.